ഒരു സന്യാസിയെപ്പോലെ ശാന്തനായി പുഴയരികിൽ നിൽക്കുന്ന കൊക്കിനെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഈ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു മിടുക്കനായ വേട്ടക്കാരനും ഒരു ലോകസഞ്ചാരിയും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കൊക്കിന്റെ വിചിത്രമായ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊക്കുകൾ എന്തിനാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വെറുതെ നിൽക്കുന്നതല്ല. ശരീരത്തിലെ താപം നിലനിർത്താനും തന്റെ കാലുകൾ മീനുകൾക്ക് മരക്കൊമ്പാണെന്ന് തോന്നിപ്പിക്കാനും വേണ്ടിയുള്ള ഇവരുടെ തന്ത്രമാണിത്. ഒട്ടും അനങ്ങാതെ നിന്ന് മീനുകളെ കബളിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര. കൊക്കുകൾ വെറും നാട്ടിൻ പുറത്തുകാർ മാത്രമല്ല. സൈബീരിയൻ കൊക്കുകളെ പോലുള്ളവർ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്താറുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷികളിലൊന്നാണ് ഇവർ. നൃത്തം ചെയ്യുന്ന പക്ഷികൾ. കൊക്കുകൾ വളരെ സ്നേഹമുള്ളവരാണ്. പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കാൻ ഇവർ മനോഹരമായി നൃത്തം ചെയ്യാറുണ്ട്. ചിറകു വിരിച്ച് ഉയരത്തിൽ ചാടിയും ശബ്ദമുണ്ടാക്കിയും ഇവർ നടത്തുന്ന നൃത്തം പ്രകൃതിയിലെ തന്നെ സുന്ദരമായ കാഴ്ചകളിലൊന്നാണ്. മറ്റൊരു അത്ഭുതകരമായ കാര്യം, കൊക്കുകൾ ഏകദേശം 30 വർഷം വരെ ജീവിക്കാറുണ്ട് എന്നതാണ്. കൂടാതെ തന്റെ പങ്കാളിയോട് അതീവ വിശ്വസ്തത പുലർത്തുന്ന ഇവർ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു തന്നെ കഴിയുന്നു. ആകാശത്തിലെ എഞ്ചിനീയർമാർ. കൊക്കുകൾ ആകാശത്ത് ആകൃതിയിൽ പറക്കുന്നത് കണ്ടിട്ടില്ലേ? ഇത് വെറുതെ ഭംഗിക്ക് വേണ്ടിയല്ല. മുന്നിൽ പറക്കുന്ന പക്ഷി വായുവിനെ കീറി മുറിക്കുമ്പോൾ പിന്നിലുള്ള പക്ഷികൾക്ക് വായുവിന്റെ തടസ്സമില്ലാതെ കുറഞ്ഞ ഊർജത്തിൽ പറക്കാൻ സാധിക്കും. ദീർഘദൂര യാത്രകളിൽ തളരാതിരിക്കാൻ അവർ കണ്ടെത്തിയ ഒരു സൂത്രവിദ്യയാണിത്. അത്ഭുതപ്പെടുത്തുന്ന ഓർമ്മശക്തി. ദേശാടന പക്ഷിയായ കൊക്കുകൾക്ക് തങ്ങൾ പോകുന്ന വഴി കൃത്യമായി ഓർത്തുവെക്കാനുള്ള കഴിവുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റർ പറന്നാലും വർഷങ്ങൾക്ക് ശേഷം കൃത്യം പഴയ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്താൻ ഇവരെ സഹായിക്കുന്നത് ഭൂമിയുടെ കാന്തിക മണ്ഡലം തിരിച്ചറിയാനുള്ള ഇവരുടെ കഴിവാണെന്ന് പറയപ്പെടുന്നു. മീൻ പിടിക്കുന്ന കാര്യത്തിൽ കൊക്കിന്റെ അത്രയും ക്ഷമയുള്ള മറ്റൊരു പക്ഷിയും ഉണ്ടാവില്ല. ഒരു പ്രതിമയെപ്പോലെ മണിക്കൂറുകളോളം അനങ്ങാതെ നിൽക്കാൻ ഇവർക്ക് സാധിക്കും. മീൻ വരുന്നതുവരെ ഈ ക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് ഇവരെ ധ്യാനിക്കുന്ന സന്യാസി എന്ന് വിളിക്കുന്നത്. ഐക്യത്തിന്റെ ബലം. തങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പക്ഷിക്ക് പരിക്കേറ്റാൽ അല്ലെങ്കിൽ അവർ തളർന്നു പോയാൽ മറ്റുള്ള കൊക്കുകൾ അവയെ ഉപേക്ഷിച്ചു പോകാറില്ല. അവ സുഖം പ്രാപിക്കുന്നതുവരെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ അവയെ സഹായിക്കുകയോ ചെയ്യുന്ന സ്വഭാവം ചില ഇനം കൊക്കുകൾക്കുണ്ട്. കൊക്കിനെ പോലെ ക്ഷമയുള്ളവരാകണമെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. കൊക്കിനെ കുറിച്ചുള്ള ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.